വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. സെബാസ്റ്റ്യൻ ചേട്ടനോ? വാ വാ ഇരിക്കേ. അല്ല, മാഷം നിങ്ങും പോയില്ലേ? എനിക്കങ്ങനെ റെഗുലറായിട്ടൊന്നും പോകണ്ട ചേട്ടാ. പാരല കോളേജല്ലേ, ആഴ്ചയിൽ 3 ദിവസം പോയാൽ മതി. റിട്ടയർ ചെയ്തതിന് ശേഷം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ. എന്താ ചേട്ടൻ വന്നത്? മാഷ് എനിക്കൊരു ഉപകാരം ചെയ്യണം. ഒരു 10,000 രൂപ കടം വേണമായിരുന്നു. അയ്യോ, എൻ്റെ കയ്യിൽ പണമൊന്നും ഇരിക്കണില്ല ചേട്ടാ. ഒരാഴ്ച കഴിഞ്ഞ് മതിയോ? അല്ല, മാഷിൻ്റെ കയ്യിൽ നിന്ന് വേണ്ട. ആ ജോണിയില്ലേ, ടൗണിൽ ഷോപ്പുള്ള, നിങ്ങൾ തമ്മിൽ നല്ല ചങ്ങാതിമാരാണല്ലോ. അപ്പോൾ ജോണിയോട് മാഷ് പറഞ്ഞാൽ തരും. അല്ല, ചേട്ടനങ്ങ് ചോദിച്ചാൽ പോരെ? അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ തരും. അല്ല, അത് പിന്നെ അങ്ങനെയല്ല. അത് പിന്നെ ഞാനൊരിക്കൽ കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു ഈ ജോണിനോടെ. അന്നത് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. കുറച്ച് താമസിച്ചാണ് കൊടുത്തതേ. അതുകൊണ്ടാ ചോദിക്കാനൊരു മടി. ചിലപ്പോൾ തന്നില്ലെങ്കിലോ? എനിക്കാണെങ്കിൽ വളരെ അത്യാവശ്യമായിരുന്നു. എന്താ ചേട്ടാ, വല്ല ഹോസ്പിറ്റൽ കേസും ആണോ? അതുണ്ട്. ചേട്ടൻ നിൽക്ക്, ഞാനൊന്ന് അവനെ വിളിക്കട്ടെ. ഓ, ഫോണോട് വെച്ചോ. ആ ഹലോ ജോണി. ഹലോ, പറയടാ. നീ വല്ല തിരക്കിലാണോ? ഏയ് ഇല്ല, നീ പറയടാ. എടാ, എനിക്ക് നീ കുറച്ച് കാശ് കടം തരണം. എത്രയാടാ? ഒരു 10,000 രൂപ. എടാ, അതിപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല. ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിലെന്തോ പ്രോബ്ലം ഉണ്ട്. അതിപ്പോൾ ബാങ്കിൽ ചെന്ന് ക്ലിയർ ചെയ്താലേ ശരിയാവുള്ളൂ. നീ ഒരു പണിയായി, നീ ഇതുവഴി വാ, ഞാൻ നേരിട്ട് തരാം. ഓക്കേടാ. ശരിയടാ, ഓക്കെ. ഞാൻ നേരിട്ട് പോയി വാങ്ങിത്തരാം. ഓ, 1 മാസം കഴിയുമ്പോൾ കൊടുക്കൂലോ അല്ലേ? ഓ, അത് കൊടുക്കാം. ഒരു ചിട്ടി വിളിക്കാൻ്റെ. അതാ. എങ്കിൽ ചേട്ടൻ വാ, നമുക്കിപ്പോൾ തന്നെ പോവാം. ഓ, വാ. എന്താ ചേട്ടാ, 1 മാസം കഴിയുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ. ഓ, അത് പിന്നെ പ്രത്യേകം പറയണം മാഷേ. അതങ്ങനെ എടുത്തു പറയണ്ട. ഞാൻ കൃത്യമായിട്ട് കൊടുത്തിരിക്കും. മാഷനറിയോ, ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും വെറുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഇതാണ്, കടം മേടിച്ചാൽ കൊടുക്കാതിരിക്കുക. നന്ദിയുണ്ട് മാഷേ. ഇത്തരത്തിലുള്ളൊരു സഹായം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിൽ ശരിയെന്ന് ചേട്ടാ, ഞാൻ ചെല്ലട്ടെ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. അല്ല, എന്തെങ്കിലും വെള്ളമോ ചായ എന്തെങ്കിലും? ഒന്നും വേണ്ട ചേട്ടാ. ഓ, അപ്പം ഞാൻ ചെല്ലട്ടെ. ഓ, അങ്ങനെയാവും. എടാ, നിനക്കിതിൻ്റെ വല്ല കാര്യമുണ്ടോ? എന്ത്? ഈ വക ഏടാകൂടങ്ങളിലേക്ക് ചെന്ന് പെടേണ്ടത്. ഒരിക്കൽ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചതാ. അത് തിരിച്ചു തരാൻ വേണ്ടി പുള്ളി പെട്ട പാടെന്താണെന്നുള്ളത് എനിക്കറിയാം. ഇതിപ്പം നീ ഇതിൻ്റെ ഇടയിൽ വന്ന് പെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിലേ ഞാൻ കൊടുക്കില്ലായിരുന്നു. നീയൊന്ന് ക്ഷമിക്കടാ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓ, നീ വിളിച്ചു നോക്ക്.
ശോ, ഇതിപ്പോൾ എന്താ ചെയ്യുക? ആ, എന്തായാലും എടുക്കാം. ആ ഹലോ. ഹലോ ഹലോ ഹലോ, ആരാ? ആ ചേട്ടാ, ഞാനാ ഇത് ജോയിയാ. ഓ, ഹലോ മാഷേ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ ചേട്ടാ, ഞാനേ വിശേഷം ചോദിക്കാൻ വേണ്ടി വിളിച്ചതല്ല. നമ്മുടെ ആ ജോണിയുടെ കാശ് കൊടുക്കണ്ടേ? ഹലോ 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 ഹലോ. ഇത് കമ്പിളി പുതപ്പാ. ഹലോ ഹലോ ചേട്ടാ, കാശ് ആ ജോണിയുടെ നിന്ന് മേടിച്ച കാശ് കൊടുക്കണ്ടേ? അതെ അതെ മാഷേ, കൊടുക്കാം. എൻ്റെ ചിട്ടി അടുത്ത ആഴ്ച കിട്ടുവേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചേട്ടാ? ഞാൻ വിളിച്ചോളാം മാഷിനെ. നമുക്ക് കൊടുക്കാട്ടോ. ഓക്കെ. ആ, എന്തു പറഞ്ഞു? കാശ് അടുത്ത ആഴ്ച തരാന്ന്. ചിട്ടി വിളിച്ചിട്ടില്ലേ അന്ന്. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 8-ാം വാക്യം. ആ ചേട്ടാ. ആ രഘു. ആ ആ രഘു, എവിടേക്കെങ്കിലും അത്യാവശ്യമായിട്ട് പോകണോ? എന്താ ചേട്ടാ? രഘു, എന്നെ അത്യാവശ്യമായിട്ടൊന്ന് സഹായിക്കണം. കുറച്ച് കാശേ, ഒരു 2 ദിവസത്തേക്ക് മതി. 2 ദിവസത്തേക്കോ? ആ ജോയി മാഷിനോടെ ഞാൻ കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു. ആഹാ. അത് തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. അയ്യോ. ഒരാഴ്ച കഴിഞ്ഞു. മാഷിനെന്തോ അത്യാവശ്യമുണ്ട്. എനിക്ക് നാളെ കഴിഞ്ഞ കാശ് കിട്ടും. 2 ദിവസത്തേക്കാണെങ്കിൽ ഞാൻ കാശ് തരാം. ആ, ഇന്നാ. ഓഹോ, വളരെ ഉപകാരം. എണ്ണി നോക്കല്ലേ? ഓ, അതൊന്നും വേണ്ട. അപ്പോൾ മറ്റന്നാ കാണാം. ശരി എന്നാ, ഞാൻ പോട്ടെ എന്നാ. ഓഹോ. ഓക്കെ. മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 9-ാം വാക്യം. ആ ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. ആഹാ, ഞാനേ കുറച്ച് അത്യാവശ്യമുള്ളത് കൊണ്ട് ഇങ്ങോട്ട് പോന്നാണ്. പിന്നെ ജംഗ്ഷനിൽ വെച്ച് ആ സെബാസ്റ്റ്യൻ ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു. കാശിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ല, അല്ലാതെ തന്നെ പുള്ളി ഇങ്ങോട്ട് അങ്ങേര് ഒരു അരമണിക്കൂർ മുമ്പ് വന്ന് പോയതേ ഉള്ളൂ. ആ പറഞ്ഞു എന്നോട്, ഇവിടെ നിന്റെ വീട്ടിൽ വന്നിട്ട് വരികയെന്ന് പറഞ്ഞു. എടാ, നീ ഒരാഴ്ച കൂടി ക്ഷമിക്കേ, കാശ് ഞാൻ സംഘടിപ്പിച്ചു തരാം. എന്തു പറ്റിയടാ? നീ എന്താ അത് വേറെ എന്തിനെങ്കിലും എടുത്ത് മറിച്ചോ? അതെന്താ നീ അങ്ങനെ ചോദിക്കണേ? അല്ല, ഒരാഴ്ച കൂടി ക്ഷമിക്കുന്ന നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. പുള്ളിക്കാരന് ഒരാഴ്ച കൂടി സാവകാശം വേണമെന്ന് പറയണത്. സാവകാശം? ഈ എന്നെ ജംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊന്നും ചോദിക്കാതെ തന്നെ കാശ് തന്നതിന് വളരെ ഉപകാരമൊന്നും, ഞാൻ ജോയിയുടെ അടുത്ത് കാശ് ഏൽപ്പിച്ചിട്ട് വരികയാണെന്നല്ല എന്നോട് പറഞ്ഞു. ആ,
കഴിഞ്ഞ പ്രാവശ്യം എന്നോട് വാങ്ങിച്ച കാശ് കൃത്യമായിട്ട് തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പ്രാവശ്യം ജോയിയുടെ മധ്യസ്ഥതയിൽ കാശ് വാങ്ങിച്ചതെന്നും പറഞ്ഞു. എന്നോട് ഇവിടെ വന്ന് പണം ശരിയായില്ല, എങ്ങനെയെങ്കിലും ജോയി പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒരാഴ്ചത്തെ അവധി കൂടി വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. ഛേ, എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല. എൻ്റെ കയ്യിൽ ഇവിടെ വന്ന് പണം ഏൽപ്പിച്ചിട്ട് വരികയാണെന്ന് അല്ലേ? അതെ, അയാളുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ട് രഘുവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ് ജോയിക്ക് കൊടുത്തതെന്നല്ലേ പറഞ്ഞു. ഇപ്പം രഘുവിനെ വിളിക്കാം. ആ ഹലോ ജോണി. അതേടാ, നിനക്കൊന്നേ ആ ജോയിയുടെ വീട് വരെ ഒന്ന് വരാവോ? ഏത് ജോയ് മാഷിൻ്റെ വീട്ടിലോ? എന്താടാ കാര്യം? അത് ഈ ഫ്രീ ആണെങ്കിലേ ഒന്ന് ഇവിടം വരെ വന്നിരുന്നെങ്കിൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെന്താ, ഞാൻ വരാം. നീ എവിടെ ഉണ്ടാ? ആ, ഞാനും ജോയിയും ഉണ്ട് ഇവിടെ. ആ അപ്പം ഞാൻ വരാം. ഓക്കെ എന്നാ. ശരി എന്നാ. ഇതെന്ത് കുരിശാണാവും? ജോണി ടെക്സ്റ്റൈൽസ്, ജോയി മാഷ് പാരൽ കോളേജ്, അതിൻ്റെ ഇടയിൽ ഈ മെറ്റീരിയലും ചരലും വിൽക്കണ ഞാനെന്തിനാണ്? ആ പോയി നോക്കാം. ആ ശഭാഷൻ ചേട്ടനാ? ചേട്ടൻ എവിടെ പോണു? ഞാനൊന്ന് തൃശ്ശൂർ വരെ പോണു. പിന്നെ രഘു, ആ വളരെ ഉപകാരം കേട്ടോ. ഓ എൻ്റെ ചേട്ടാ, ഇങ്ങനെ നന്ദി പറഞ്ഞ ആളെ കളിയാക്കല്ലേ. കളിയാക്കിയതല്ല, പിന്നെ നീ അത് തന്നില്ലായിരുന്നെങ്കിലേ ആ എനിക്കത് ജോയി മാഷിന് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നോ? ആ അത് പറഞ്ഞപ്പോഴാ ഞാനിപ്പോൾ ജോയ് മാഷിൻ്റെ വീഡിയോ ഒന്ന് പോയി. എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. ജോണി എന്നെ വിളിച്ചത്, അവരവിടെ ഉണ്ട്. ഓ ഒന്ന് അവിടെ വരെ ചെല്ലാവൂന്ന്. എനിക്ക് പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ ഏട്ടാ. ഓ ആയിക്കോട്ടെ. ശരിയെന്നാ. ആ എൻ്റെ അടുത്ത കളി. ഇനി ഇവൻ അവിടെ ചെല്ലുമ്പോ ജോണി ചോദിക്കും, സെബാസ്റ്റ്യൻ ചേട്ടൻ നിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിച്ചോന്ന്. ഉടൻ ഇവൻ രഘു പറയും, വാങ്ങിച്ചു. ഈ ജോയി മാഷിന് കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാനാണെന്നും പറഞ്ഞാ വാങ്ങിയതെന്ന്. ഉടൻ മാഷ് പറയും, രഘുവിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ വന്ന് കാശൊന്നും തന്നില്ല, ഒരാഴ്ചത്തെ അവധി കൂടി ചോദിക്കുക ചെയ്തതെന്ന്. പക്ഷേ ജോണി രഘുവും വിശ്വസിക്കുമോ? ഇല്ല. എൻ്റെ കാര്യം സേഫ്. മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തൻ്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്യന് കഴിയുമോ? സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 24-ാം വാക്യം. ജനസമ്മതരായ ആൾക്കാരെ കൊണ്ട് ദരിദ്രരായ ബുദ്ധിമാന്മാർക്ക് ഇങ്ങനെയും ചില ആവശ്യങ്ങളുണ്ട്. ഇതെന്താണ് ചേട്ടാ ചിരിച്ചോണ്ട് നടക്കണത്? ഹേയ്, ഭ്രാന്തൊന്നും ആയിട്ടില്ല. കുറച്ച് സന്തോഷം വന്നപ്പോൾ ചിരിച്ചു പോയതാണ്. ആ, സന്തോഷം വരുമ്പോഴേ അധികം മതിമറന്ന് ചിരിക്കരുത് കേട്ടാ. അതെന്താ? ആ എന്തൊക്കെയുണ്ട് മാഷേ? എന്താ ജോണി? എടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? നിന്റെ കയ്യിൽ നിന്ന് ആ പരുത്തിച്ചോടിന് അവിടുത്തുള്ള സെബാസ്റ്റ്യൻ ചേട്ടനില്ലേ, ഒരു 10,000 രൂപ കടം വാങ്ങിയിരുന്നു. നമ്മുടെ നാടകം കിങ്സ് വോളവൻ ആ ശഭാഷൻ ചേട്ടനല്ലേ? അതെ. ആ വാങ്ങിയിരുന്നു. ഈ മാഷിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണം പറഞ്ഞ തീയതിക്ക് കൃത്യമായിട്ട് കൊടുക്കാനാണെന്നും പറഞ്ഞാൽ വാങ്ങിയത്. മിനിഞ്ഞാന്ന് വാങ്ങിക്കൊണ്ട് പോയി. ഇന്ന് കാലത്ത് കൃത്യമായിട്ട് തിരിച്ചു കൊണ്ടു തരികയും ചെയ്തു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി പുള്ളിയെ വീണ്ടും കാണുകയും പുള്ളി വീണ്ടും നന്ദി പറയുകയും ചെയ്തു. എന്താണ്? അല്ല, അയാൾക്ക് വേണ്ടി
എൻ്റെ കയ്യിൽ നിന്ന് ജോയിയാണ് പണം വാങ്ങിക്കൊടുത്തത്. അതിനെന്താ, അത് അയാൾ കൃത്യമായിട്ട് തിരിച്ചു തരികയും ചെയ്തില്ലേ? ഇല്ല. ഇല്ലേ? ആ അതെ, ഞാൻ ഇവനോട് വാങ്ങിക്കൊടുത്തതും അത് തിരികെ തരാൻ വേണ്ടി രഘുവിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുകയും ഇവനൊന്നും ചോദിക്കാതെ തന്നെ ഇവനോട് നന്ദി പറയുകയും എൻ്റെ കയ്യിൽ പണം തന്നിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. സത്യത്തിൽ പുള്ളിക്കാരൻ ഒരു 1.5 മണിക്കൂർ മുമ്പ് ഇവിടെ വന്നിരുന്നു. വന്നിട്ട് ഒരാഴ്ചത്തെ അവധി കൂടി ചോദിക്കുകയാണ് ചെയ്തത്. എൻ്റെ കാശി പുള്ളി തിരികെ തന്നാണ്. ആ കാലത്ത് തന്ന കാശി ദേ ഇപ്പോഴും എൻ്റെ പേഴ്സിൽ തന്നെ ഇരിപ്പുണ്ട്. ആ ഹലോ, ആ ജോൺസൺ ചേട്ടാ പറയ്. എടാ രഘു, ആ. നിനക്ക് ഞാൻ 3-5 ദിവസം മുമ്പ് ആ മെറ്റലിന്റെ കാശ് തന്നില്ലേ? അത് ചേട്ടൻ തന്നാണല്ല. എന്താ ചേട്ടാ? എടാ നീ ഇപ്പം എവിടെ ഉണ്ട്? ഞാനിപ്പോൾ ഈ പള്ളിയുടെ അടുത്തുള്ള പാർക്കിംഗ് ഏരിയയിലുണ്ട്. എന്നാ ചേട്ടനോട് ഇരിക്കും, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം. ആ ശരി എന്നാ. എടാ ഞാൻ പറഞ്ഞില്ലേ, എന്നോട് 2 ദിവസം മുമ്പ് വാങ്ങിച്ച കാശി പുള്ളിക്കാരൻ രാവിലെ കൊണ്ടു തന്നു. പിന്നെ പുള്ളി നിന്നെപ്പറ്റി മാഷിനോട് അങ്ങനെ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാശ് തിരികെ തന്നേ. ജോയി, ഇനി നീ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കി. സെബാസ്റ്റ്യൻ ചേട്ടൻ ഈ കാശ് കൊണ്ടുവന്ന് തന്ന കാര്യം നീ മറന്നുപോയതാണെങ്കിലോ? എന്താണ് നീ പറയണത്? 10,000 രൂപ തന്നാലും മറക്കാനോ? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. എനിക്കൊരാളെ കാണണം. ഇപ്പം വിളിച്ച ആളേ പുള്ളി ആ പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെല്ലട്ടേടാ. ഓക്കെ മാഷാ. എടാ അതേ, കാശ് തിരികെ തരാതെ തന്നു എന്ന് അങ്ങേര് പറയേണ്ട കാര്യം എന്താണ്? ഏയ് അങ്ങനെ സുഭാഷ് ചേട്ടൻ ചെയ്യൂ? പിന്നെ തന്ന കാശ് തന്നില്ലെന്ന് ഞാൻ നുണ പറയാണോ? ആ മാഷിത് എന്നോട് ചൂടാണ് എന്തിനാണ്? പറഞ്ഞോണം, നീ എന്തിനാണ് രഘുവിനോട് ചൂടാകണത്? സോറിടാ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാ. അത് കുഴപ്പമില്ല മാഷേ. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യമെങ്കിൽ ആരായാലും ഇങ്ങനെ പറഞ്ഞു പോവും. ഞാൻ പോട്ടെടാ. ഓക്കെ എന്നാ. ഞാൻ പറയുന്നൊന്നും നിനക്ക് വിശ്വാസമില്ല അല്ലേ? ഞാൻ വിശ്വസിക്കുന്നതല്ലല്ലോ ഇപ്പോഴത്തെ കാര്യം. എൻ്റെ പണം എവിടെ പോയി? ഛേ, വേലി കിടന്നിച്ച് പാമ്പിനെടുത്ത് തോളത്തിട്ടെന്ന് പറഞ്ഞ മാതിരി എൻ്റെ കാര്യം. ആരെങ്കിലും ഒരാൾ തെളിവുണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. എന്തിന്? അതൊന്നും പറയണ്ട. നീ ആ കാശ് വന്ന് എൻ്റെ അടുത്ത് വന്ന് അയാൾക്ക് വേണ്ടി മേടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 28-ാം അധ്യായം 13-ാം വാക്യം. എന്തു പറ്റിയേട്ടാ? കാശിന് പെട്ടെന്ന് ഇത്ര ആവശ്യം? ഇതാ ചേട്ടൻ തന്ന പണം. കാശിനല്ലട ആവശ്യം, ഒരു നമ്പറിനാ. ആ നോട്ടുകളൊന്നില്ലേ, ഞാനൊരു നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു പെൻസിലുണ്ട്. ചേട്ടൻ അന്ന് തന്നെ നോട്ടില്ല? ആ അതെ. ചേട്ടൻ എന്ത് വർത്താനം പറയണത്? ആ കാശൊക്കെ ഇത്ര ദിവസം കയ്യിരിക്കുമോ? പിന്നെ ഇതോ? അയ്യോ, ചേട്ടൻ തന്ന കാശ് ഞാൻ 2 ദിവസം മുമ്പ് ഒരു പരിചയക്കാരന് കടം കൊടുത്തു. അയാളത് ഇത് തിരിച്ചു തന്നു. 2 ദിവസം മുമ്പായിരുന്നെങ്കിൽ ഓക്കെ. ഇത് വേറെ നോട്ടേട്ടാ, വേണ്ട. ആ ദേ ഇത് തന്നെയാ. ഹലോ, രതീഷല്ലേ? ഞാൻ അന്ന് ലിഫ്റ്റ് ചോദിച്ച് കയറിയ ആളാ, SN ജംഗ്ഷനിൽ നിന്നേ. അതെ അതെ അതെ. ഉണ്ടോ? ശരി, വളരെ ഉപകാരം. ഞാൻ അതിന് വേണ്ടിയിട്ട് വിളിച്ചതേ. അത്യാവശ്യം വേണ്ട പേപ്പറുകളാ. ഇപ്പം രതീഷ് ഇവിടെ ഉണ്ട്. ആ ശരി, ശരി ശരി, ഞാൻ അവിടെ വരാം 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഓക്കെ, ശരി ശരി.
ശരി. ഓ, ഇപ്പോഴാണ് സമാധാനമായത്. എന്താ ചേട്ടാ, എനിക്കൊന്നും മനസ്സിലായില്ല. ഈ നോട്ടിൽ നിന്ന് കിട്ടിയ നമ്പറില്ലേ, ആ ആ നോട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ല ഞാൻ തെണ്ടിപ്പോയാനെ. നിനക്ക് ആ കാശ് തരുന്നതിന് മുമ്പേ ആ. ഞാനൊരു വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ചാൽ വന്നത്. അപ്പം അന്നേരം നമ്പർ എഴുതിയെടുക്കാനായിട്ട് ആ. എൻ്റെ കയ്യിൽ പേപ്പറൊന്നും ഇല്ലായിരുന്നു. ഫോണിൻ്റെ ചാർജും തീർന്നു. അവസാനം ഈ നോട്ടിലാണ് ഞാൻ ആ നമ്പർ എഴുതി വെച്ചത്. അയാളുടെ വണ്ടിയിലുണ്ടായിരുന്ന പെൻസിൽ വാങ്ങിച്ചിട്ടേ ഈ നോട്ടിൽ എഴുതി വെച്ച്. എൻ്റെ കുറച്ച് വേണ്ടപ്പെട്ട പേപ്പറുകളെ ആ വണ്ടിയിൽ വെച്ച് മിസ്സായി. അപ്പോൾ അയാളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ലായിരുന്നു. അങ്ങനെ ഈ നോട്ടിനകത്തുള്ള നമ്പർ അന്വേഷിച്ചാൽ ഞാനീ വന്നത്. ആ നോട്ടാണ് ഇപ്പം കിട്ടിയത്. ഭാഗ്യം. ശരിയടാ. ആ അല്ല വണ്ടി കിട്ടുമല്ലേ? വണ്ടി എൻ്റെ അല്ല, ഇത് വേറെ ആരുടെയാണ്. ശരിയെന്നാ. ആഹാ. ഹലോ, ആ ജോണി, അതേ നിങ്ങളുടെ 10,000-ൻ്റെ കേസില്ലേ, അതിൽ ചെറിയൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് കേട്ടാ. അയാളാരും സ്ഥലക്കാരനല്ല കേട്ടാ. ആ സെബാസ്റ്റ്യൻ ചേട്ടനേ, എടാ നീ ആ മാഷിനെ കൂടിയിട്ടേ ആ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നേ. ആ ഞാൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. സങ്കീർത്തനങ്ങൾ 146 അധ്യായം 9 വാക്യം. എന്നോട് വാങ്ങിയ പണം 2 ദിവസം കയ്യിൽ വെച്ചിട്ട് ആ കാശിന് തിരികെ തന്ന് കടം വാങ്ങിയ കാശ് കൊടുക്കാതിരിക്കാൻ തെളിവുണ്ടാക്കുക. എന്നിട്ട് കടം വാങ്ങിയ കാശ് തിരികെ കൊടുത്തു പറയുക. അപ്പോ താൻ പറയുന്നത് എല്ലാവരും വിശ്വസിച്ചോളൂ. ഇന്നിപ്പോ ആ ജോൺസൺ ചേട്ടൻ ആ നോട്ടിൽ എഴുതിയ നമ്പർ ചോദിക്കാൻ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇതെനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ചേട്ടാ, ചേട്ടന്റെ ബുദ്ധിയെ ആന ബുദ്ധിയാണെന്ന് ചേട്ടൻ തോന്നുന്നുണ്ടാവും. ചേട്ടാ, മനുഷ്യനെ പറ്റിക്കാൻ പറ്റും, പക്ഷേ ദൈവത്തെ പറ്റിക്കാൻ ഇത്തിരിയല്ല, നല്ല ബുദ്ധിമുട്ടാ. പാല് തന്ന കൈക്ക് തന്നെ കൊത്തുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് താൻ ചെയ്തത്. പക്ഷെ ഞങ്ങൾ ചെയ്യാൻ പോണത് അതല്ല. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക. ആ ഒരു പരിപാടി ചെറിയ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. അപ്പൊ അവര് ഇന്ത്യ നടക്കണ പോലെ ചേട്ടനെ ചടക്കും. അപ്പൊ ചേട്ടൻ ഈ കാശ് കൊടുക്കുകയും ചെയ്യും. അയ്യോ, അത് വേണ്ട. ഞാൻ ജോണിയുടെ പൈസ ഉടനെ കൊടുത്തേക്കാം. മേലിൽ ഒരാളുടെ അടുത്തും ഈ തരം പരിപാടി ചെയ്യില്ല. നിങ്ങളുടെ ഒരു വലിയേട്ടന്റെ സ്ഥാനത്ത് തന്നെ കണ്ട് എനിക്ക് മാപ്പ് തരണം മാഷെ. ഒന്ന് പറ മാഷെ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. റോമ 12 അധ്യായം 2 വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ജിമെയിൽ വചനം പറയുന്നത് @gmail.com.